മക്കളുടെ വിവാഹം ഏതൊരപ്പൻ്റെയും സ്വപ്നമാണ്. അത്തരത്തിൽ തൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ഒരപ്പൻ നടത്തിയ സാഹസിക യാത്രയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. 64-കാരനായ ഡേവിഡ് ജോൺസാണ് തൻ്റെ മകൾ എലിസബത്തിൻ്റെ വിവാഹത്തിനായി 30 മൈൽ സാഹസിക യാത്ര നടത്തിയത്. 7 മണിക്കൂർ കാറിലും 5.5 മണിക്കൂർ കാൽനടയായും സഞ്ചരിച്ച ആ യാത്രയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ജോൺസൺ സിറ്റിയിലേക്ക് യാത്ര ചെയ്യവെയായിരുന്നു പ്രദേശത്ത് വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ച ഹെലൻ ചുഴലിക്കാറ്റ് ഡേവിഡിൻ്റെ കാർ യാത്രയ്ക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നത്. എല്ലാ റോഡുകളും വാഹനം കടന്നുപോകാൻ യോഗ്യമല്ലെന്ന് പറഞ്ഞ് അധികൃതർ അദ്ദേഹത്തിൻ്റെ വാഹനം തടഞ്ഞു. മറ്റെന്തെങ്കിലും പരിപാടിയാണെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഇത് സ്വന്തം മകളുടെ വിവാഹമാകുമ്പോൾ അത് സാധിക്കില്ലല്ലോ. അന്ന് പുലർച്ചെ 2 മണിക്ക് കാൽനടയായി ലക്ഷ്യസ്ഥാനത്തേക്ക് അദ്ദേഹം തൻ്റെ യാത്ര പുനരാരംഭിച്ചു. ചുഴലിക്കാറ്റിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റുമായിരുന്നു അദ്ദേഹം നീങ്ങിയത്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ, കടപുഴകി വീണ മരങ്ങൾ എന്നിങ്ങനെയുള്ള ഭയപ്പെടുത്തുന്ന കാഴ്ചകളൊന്നും അദ്ദേഹത്തിൻ്റെ കാൽനട യാത്രയ്ക്ക് തടസ്സമായിരുന്നില്ല. മുട്ടോളം പൊക്കത്തിൽ റോഡിൽ കെട്ടിക്കിടന്ന ചെളിയിലൂടെ ഒരു സാഹസിക യാത്രികനെ പോലെ ഈ 64-കാരൻ ഇഴഞ്ഞു നീങ്ങി. ഈ സമയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ താൻ യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ അടിയും നീങ്ങിയത് എന്നാണ് പറഞ്ഞത്. നേരം വെളുത്തിട്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് നടക്കുകയായിരുന്ന ഡേവിഡിനെ യാദൃച്ഛികമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ കാണുന്നത്. ഡേവിഡിനെ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ വൈദ്യുതി ഇല്ലായിരുന്നെങ്കിലും വെള്ളമുണ്ടായിരുന്നതിനാൽ വേഗം തന്നെ കുളിച്ച് അദ്ദേഹത്തോട് കടം വാങ്ങിയ വസ്ത്രവും ധരിച്ച് ഡേവിഡ് കൃത്യസമയത്ത് തന്നെ ദേവാലയത്തിലെത്തി. മകളുടെ വിവാഹം ഈ പിതാവിന് മറക്കാൻ പറ്റാത്ത ഒരനുഭവമായി മാറി എന്നാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായപ്പെട്ടത്. ഡേവിഡിനുണ്ടായ ഈ അനുഭവത്തെ സോഷ്യൽ മീഡിയ വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴും പ്രധാനമായും ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. അത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. വലിയ അപകടങ്ങൾ നിറഞ്ഞ വഴികളിൽ തന്നെ സംരക്ഷിച്ച ദൈവത്തിന് നന്ദി പറയാനും ഡേവിഡ് മടി കാണിക്കുന്നുമില്ല.